അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ രണ്ടാമത്തെ പാഠാണ്. ലിൽ മുത്തവല്ലി, ഉളു എടുക്കുന്ന സ്ഥലത്തേക്ക്. സുമ മസഹ, അവർ രണ്ടുപേരും തടവിയാർ സതല സുമ്മൽ ഉദിനേനി, പിന്നെ രണ്ട് ചെവി അല്ലല്ലോ, രണ്ടുപേർ കൂടെ 4 ചെവിയില്ലേ. ഓക്കെ. സുമ വസല, പിന്നെ അവർ കഴുകി. അരിജില അല്യുംന, വലതുകാല്, സുമ്മൽ യുസ്ര, ഇടതുകാല്. എല്ലാ കാര്യത്തിലും വലതിനെ മുന്തിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഉളൂവിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ വലതിനെ മുന്തിക്കണം. എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറുകയും ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് കയറുകയും, അതേപോലെ വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാല് വെച്ച് കയറുകയും ഇറങ്ങുമ്പോൾ ഇടതുകാല് വെച്ച് ഇറങ്ങി. എന്നതിൻ്റെ അപ്പുറത്തേക്ക് കയറുന്ന എല്ലാ സ്ഥലത്തേക്കും, നല്ല സ്ഥലത്തേക്കൊക്കെ കയറുമ്പോൾ എന്ത് ചെയ്യുക, വലതുകാല് വെച്ച് കയറുക. ഓക്കെ. എന്ന് കരുതിയിട്ട് ഇടതുകാല് വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട, മോശമായ സ്ഥലത്തേക്ക് കയറണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, പോട്ടെ. പിന്നെന്താ, സുമ്മൽ യുസ്ര സലാസ, മൂന്നുമായിട്ട് അവരെന്ത് ചെയ്തു, കാല് കഴുകി. അപ്പോൾ ബാദദാലിക്ക്, അതിനുശേഷം യർഫാനി യദൈഹിമ, അവരുടെ 2 കൈകളും അവരെന്ത് ചെയ്ത്, യർഫാ യദൈഹിമ, അവരുടെ 2 കൈകളും അവർ ഉയർത്തി. വായിനേഹിമ, അവരുടെ 2 കണ്ണുകൾ ഉയർത്തി, സമയാകാശത്തേക്ക്. യദുവാനി, അവർ ദുആ ചെയ്യാൻ തുടങ്ങി. ദുആഇൽ മഅ്സൂർ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ദുആ അവർ ദുആ ചെയ്തു. ബാദൽ വുളൂവിന് ശേഷം മാലിസ്തിഖ്ബാൽ കിബ്ലക്ക് മുൻതിരിഞ്ഞിട്ട്. ഓക്കെ. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 എന്നുള്ള കാര്യം എങ്ങനെ പറയാമെന്നുള്ളതാണ്. അത് ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. അത് ഇസ്മിൻ്റെ കൂടാണെങ്കിൽ എങ്ങനെയെന്നും ഫെയിലിൻ്റെ കൂടാണെങ്കിൽ എങ്ങനെയെന്നുമാണ് നമ്മൾ പഠിച്ചത്. ഇസ്മിൻ്റെ കൂടാണെങ്കിൽ ജസ്റ്റ് ഒരു ഹുമ ഇട്ട് കൊടുത്താൽ മതി, ഈസി. ഓക്കെ. നമ്മളിവിടെ ഈ പാഠത്തിലാകെ നമുക്ക് പഠിക്കാനുള്ളത് 2 എണ്ണം എങ്ങനെ പറയാമെന്നുള്ളതാണ്. ഒരു പെണ്ണ് എന്നുള്ളതിന് കലമെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ 2 പെണ്ണ് എന്നുള്ളതിന് എന്ത് പറയണം, കലമാനി എന്ന് പറയണം, എന്നാലേ തിരിയും. ഓക്കെ. എന്നാൽ 3 പെണ്ണാണെങ്കിലോ അഖിലാമെന്ന് പറയണം. അങ്ങനെ ഓരോന്നിനും ഓരോ കൃത്യമായ പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇസ്മിൽ ഫെയിലിൽ എങ്ങനെ പറയാമെന്നുള്ളതാണ്. ഇസ്മിൽ നല്ല സുഖമാണ്, നമ്മളൊരു ഹുമാട്ട് കൊടുത്താൽ മതി. ഓക്കെ. 2 പേരെന്ന് പറയാൻ, അല്ലെങ്കിൽ 2 കൈ എന്നൊക്കെ പറയാൻ നമുക്ക് എന്ത് മതി, ഒരു ഹുമാട്ട് കൊടുത്താൽ മതി. ഓക്കെ. ഫോർ എക്സാമ്പിൾ, അവരുടെ 2 കണ്ണുകൾ, അവരുടെ 2 കണ്ണുകൾ എന്ന് പറയാൻ ഐനഹിമ, അവരുടെ 2 കണ്ണുകൾ. അവരുടെ 2 കൈകൾ എന്ന് പറയാൻ യദൈഹിമ എന്നായി. ഓക്കെ. പിന്നെന്താ, അതേപോലെ മുകളിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ യദഹുമ, അവരുടെ 2 കൈകൾ. ഓക്കെ. ഇനിയും വരികയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അഫ്ആലഹുമ, അവരുടെ പ്രവർത്തികൾ. അഫ്ആലഹുമ, അവരുടെ പ്രവർത്തികൾ. അബൂഹുമ, അവരുടെ ഉപ്പ. അപ്പം അവരുടെ 2 എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി, ഈ ഹുമ യൂസ് ചെയ്താൽ മതി. എന്നാൽ ഫെയിൽ നമുക്ക് സുഖമാണ്, ഒരു അലിഫിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ദഖല, അവർ 2 പേരും പ്രവേശിച്ചുന്നായി. ദഖല എന്ന് പറഞ്ഞ ഒരാളാണ്, അലിഫിട്ട് കൊടുത്താൽ എന്ത് ചെയ്തു, ദഖല 2 പേരായി. അല്ലെങ്കിൽ ഖറജ എന്നുള്ളതാണ്, ഒരാൾ പ്രവേശിച്ചു, ഒരു അലിഫായിട്ട് ഇട്ട് കൊടുത്താൽ ഖറജ 2 പേരായി. സോ സിമ്പിൾ, അത്രയേ ഉള്ളൂ പാഠം. ഒന്ന് വായിച്ച് നോക്കട്ടോ. അസ്സലാമു അലൈക്കും.